നമുക്കൊപ്പം ഇസ്രായേലിൽ നിന്ന് അരുൺ കൂടി ചേരുകയാണ്. മലയാളിയായ അരുൺ അവിടെ നിന്ന് ചേരുന്നു. ഇസ്രായേലിൽ ഇന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ബീറ്റ് ഷമേഷ് ആക്രമണം അത് അല്പം കടുത്തതായിരുന്നു. ടെൽ അവീവിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? താങ്കൾ ടെൽ അവീവിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ സൈറണുകൾ ഉണ്ടോ? കൂടുതൽ ആക്രമണത്തിനുള്ള സാധ്യതകളാണോ കാണുന്നത്? നമസ്കാരം. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിന് ഇടയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ സൈറണുകളുടെ ശബ്ദം കേൾക്കുന്നില്ല സെൻട്രൽ ഇസ്രായേൽ അല്ലെങ്കിൽ ടെലവീവിൽ. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂർ മുന്നേ, ഏകദേശം 2 മണിക്കൂർ മുന്നേ ബെത്ഷമേഷിൽ, ജെറുസലേമിന്റെ പ്രാന്തപ്രദേശത്ത് വരുന്ന ഏരിയയാണ് ബെത്ഷമേഷ് എന്ന് പറഞ്ഞത്. ബെത്ഷമേഷിൽ പബ്ലിക് ബങ്കറിന് നേരെയാണ് ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ മേജർ കാഷ്വാലിറ്റീസ് ഉണ്ട്. 8 മരണം എന്നുള്ള വിവരം വരുന്നുണ്ട്. കൃത്യമായി മരണങ്ങളുടെ 6 മരണം ഞാൻ കുറച്ചു മുമ്പ് അപ്ഡേഷൻ എടുത്ത സമയത്ത് 6 മരണങ്ങളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ ഇന്നലെ ടെലവീവിലെ ഇഹിലോവ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഒരു ബിൽഡിങ്ങിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നുണ്ട്. അതിലൊരു മരണം ഉണ്ടായിരുന്നു. ഒരു ഫോറിൻ വർക്കറായിട്ടുള്ള ഫിലിപ്പിനോ കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ ലേഡിയാണ്. അവരാണ് ഇന്നലെ മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി പലതവണ മിസൈൽ അറ്റാക്ക് ത്രെഡുകൾ ഉണ്ടായിരുന്നു. മേജർ കാഷ്വാലിറ്റീസ് 2 ഈ ടെലവീവിലും ബെത്ഷമേഷിലും ഉള്ളതാണ് നിലവിൽ. അരുൺ, ആശങ്കയിലാണോ? നിങ്ങൾക്ക് എപ്പോഴും അയൺ ഡോമിന്റെ സംരക്ഷണമാണ് ആശ്വാസവും, അതിലാണ് നിങ്ങളുടെ വിശ്വാസവും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഞങ്ങളുടെ അവകാശമാണ് എന്നതാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ അത്തരമൊരു സന്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇനി മുൻപിൻ നോക്കാതെ സാധ്യമാകുന്നതൊക്കെ ചെയ്യുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ അതൊരു വലിയ ആശങ്കയാണോ നിങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിനു മുന്നേ ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണ രീതിയും അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചെന്ന് തോന്നുന്നില്ല. പക്ഷെ ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള മിസൈൽ അറ്റാക്കിൽ നിന്നും അതിന്റെ പ്രഹരശേഷി കൂടുതലാണ്. അതിനുള്ള കരുതലുകൾ എടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പബ്ലിക് ഷെൽട്ടറിനോ അല്ലെങ്കിൽ ഷെൽട്ടറിനോടുള്ള പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിനുപരിയായിട്ട് നമ്മളിപ്പോൾ ഇസ്രായേലിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് യുദ്ധങ്ങളും. ഇപ്പം നമ്മളാണെങ്കിൽ പോലും പലതവണ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അമിതാത്മവിശ്വാസത്തിലല്ല, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക, നമ്മുടെ വേണ്ട പ്രിക്കോഷനുകൾ എടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ. മലയാളി കമ്മ്യൂണിറ്റികൾ, സമൂഹ മാധ്യമങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടോ? അവിടെ തന്നെ തുടരുക, ഇത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറുന്നു. നമുക്കറിയാം, ന്യൂസ് 18 തന്നെ ഏതാണ്ട് 2-3 വർഷത്തിനിടയിൽ, ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിനിടയിൽ അതിനോട് പലതവണ ഈ ആശങ്കകൾ പങ്കുവെക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ തുടരുക, അതിന്റെ സംരക്ഷണയിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ മലയാളി സമൂഹം പൊതുവെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടരുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സേഫായിട്ട് ഇവിടെ തന്നെ തുടരുക എന്നതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. അതിനുപരിയായിട്ട് നമുക്കറിയില്ലല്ലോ, ഇപ്പം യുദ്ധം എപ്പോഴും ഭ്രാന്തമായ ഒരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്താണെന്നുള്ളത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഞാനടക്കമുള്ള മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി അരുൺ, അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും. എന്തായാലും മലയാളികൾ വിവിധയിടങ്ങളിൽ ആശങ്കയിലാണ്. അത് ഇസ്രായേലിലാകട്ടെ, ഗൾഫ് രാഷ്ട്രങ്ങളിലാകട്ടെ, അവിടങ്ങളിൽ ഉള്ള മലയാളികൾ ആശങ്കകളിലാകുമ്പോൾ അവരുടെ കുടുംബങ്ങൾ, അവരും ആശങ്കയിലാണ്. വലിയ രീതിയിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, യുദ്ധമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ
അവിടെ യുദ്ധം വന്നാൽ നമുക്ക് എന്താ എന്ന് ചോദിച്ച വലിയ കൂട്ടം മലയാളികളെ നമുക്ക് കാണാം. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നത് നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ 3 മലയാളികൾ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതിൽ ഒരു മലയാളിയാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. ഇവർ പാലക്കാട് സ്വദേശികളാണ്. അസർബൈജാൻ കുവൈറ്റ് യാത്രക്കിടെയാണ് അവർ അവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നോർക്ക ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് വരുന്ന വിവരം. രഘുനാഥ് നായർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആയുധശേഖരമുണ്ട്, അവർക്ക് തിരിച്ചടി എന്നത് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ടാർഗറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ ബേസുകളാകും എന്നത് അവർ സൂചിപ്പിച്ചിരുന്നത് തന്നെയാണ്. ആ രീതിയിലുള്ള തിരിച്ചടിയാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ GCC രാഷ്ട്രങ്ങൾ വലിയ രീതിയിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇറാൻ മേഖലയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് സാധ്യമാകുന്നത് ഈ ഇടങ്ങളിൽ അമേരിക്കൻ ബേസ് ആക്രമിക്കുക എന്നതാണ്. പക്ഷേ വലിയ സമ്മർദ്ദമുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് പിന്തിരിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇറാനെ സംബന്ധിച്ച് ഏതറ്റം വരെ അവർക്ക് ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും? ഇറാന്റെ ആയുധങ്ങൾ തീരുന്നവരെ ചെറുത്തുനിൽപ്പ് തുടരും. പറഞ്ഞോളൂ, കേൾക്കാം. ഇറാന്റെ ആയുധങ്ങൾ തീരുന്നവരെ അവർ ചെറുത്ത് നിൽക്കും. ഇറാന്റെ ആയുധങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അല്ല, ആയുധങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം എന്ന് പറയുന്നതുണ്ടല്ലോ. ഒരു തിരിച്ചടി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്രമണം നടത്തേണ്ടത് അയൽ രാഷ്ട്രങ്ങളോടല്ല എന്നതാണ് GCC രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം എന്നത് അംഗീകരിക്കാനാവത്തില്ല, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇത് എന്ന് GCC രാഷ്ട്രങ്ങൾ പറയുന്നു. അവർ നിലപാട് ശക്തമാക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ ആയുധങ്ങൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ അത് പ്രയോഗിക്കുക എത്രമാത്രം പോസിബിൾ ആകും? ഇറാൻ കാണിച്ച ഒരുപാട് മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും മറ്റുള്ള GCC രാഷ്ട്രങ്ങളെ ആക്രമിച്ചതാണ്. അപ്പം അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് സൈനിക താവളങ്ങൾ മാത്രമല്ല ദുബായിലെ ബുർജ് ഖലീഫയെ വരെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, സിവിലിയൻ ഏരിയസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാൻ കാണിച്ചത് അങ്ങേയറ്റത്തെ തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. അത് ഇന്റർനാഷണൽ എന്താ പറയുക ജിയോ പൊളിറ്റിക്കൽ രീതിയിലായാലും യുദ്ധത്തിന്റെ രീതിയിലായാലും ഏത് രീതിയിലായാലും, കാരണം ഒരു സിവിലിയൻ ടാർഗറ്റിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ശത്രു രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുമ്പോൾ പോലും ഒരു സിവിലിയൻ ടാർഗറ്റിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്റർനാഷണലി എഗ്രി ചെയ്തിട്ടുള്ള ഒരു നിയമമാണ്. ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അയാൾ ഇറാന് മറ്റുള്ള എല്ലാ GCC രാജ്യങ്ങളെയും ഒരേ സമയത്ത് ആക്രമിച്ചതും. അത് മാത്രമല്ല എല്ലാ GCC രാജ്യങ്ങളുടെയും പിന്തുണ കിട്ടാനുള്ള ഒരു നേരിയ സാധ്യത പോലും ഇല്ലാതെയായത്. അതിനകത്ത് ഷിയ സുന്നി എന്നുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ. അവര് ഞങ്ങള് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നാണെന്ന് പറയുന്ന സമയത്തും ഇവരുടെ ഇടയിലുള്ള ഷിയ സുന്നി പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇറാൻ ചെയ്ത ഭയങ്കര മണ്ടത്തരമായിപ്പോയി, അതിന് സംശയമൊന്നുമില്ല. തീർച്ചയായും. സനത്ത്, ഇവിടെ ഇപ്പോൾ ഒരു അമേരിക്കൻ അനുകൂല സാഹചര്യം ഇറാനിൽ സൃഷ്ടിക്കുക എന്നതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇറാൻ രണ്ടായി ഡിവൈഡ് ആയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പരമോന്നത നേതാവിൻ്റെ മരണം സൃഷ്ടിച്ച വലിയ ആഘാതമുണ്ട്. അതിൽ ദുഃഖിതരായ മനുഷ്യരെ നമുക്ക് കാണാം. അവർ വലിയ രീതിയിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ 7 ദിവസത്തെ അവധി, 40 ദിവസത്തെ ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഖമനേയുടെ മരണത്തിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ജനതയെ നമുക്ക് കാണാം. അതിൻ്റെ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. പുരോഗമനവാദികളായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴുണ്ടായിട്ടുള്ള ഖമനേയി ഭരണകൂടത്തിൻ്റെ പതനത്തിൽ വലിയ രീതിയിൽ ആഘോഷം പ്രകടിപ്പിക്കുന്നത് കാണാം. എവിടെയാണ് ഖമനേയിക്ക് പരാജയം സംഭവിച്ചു പോയത്? ഈ 4 പതിറ്റാണ്ട് അമേരിക്കയെ ചെറുത്തു എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തുണ്ടാകുന്ന ഈ കലുഷിതമായ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണോ? രാജ്യത്ത് മാറ്റങ്ങൾ വേണം, ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സ്വതന്ത്രമായിട്ടുള്ള പൗര അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വേണം, അതിനുവേണ്ടി ഉയരുന്ന മുറവിളി, ഇത് കാണാതെ പോയതാണോ ഇറാൻ ഈ ചെന്ന് പതിച്ചിട്ടുള്ള പതനത്തിന് ഏറ്റവും പ്രധാന കാരണമായി മാറിയത്? ആദ്യമായി ഇറാനകത്ത് കൃത്യമായി രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നുള്ളത് അത്ര കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാനകത്തുള്ള റൂറൽ പോപ്പുലേഷൻ ബഹുഭൂരിപക്ഷവും വരുന്ന ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് ഖൊമൈനിയോട് തന്നെയായിരുന്നു താല്പര്യം മുൻപ് ഉണ്ടായിരുന്നത്.
അർബൻ ബേസ്ഡ് ആയിരുന്നു നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും പിന്നീട് തൊഴിലാളികളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ സമരമൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിലുള്ള ഇറാൻ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ എടുക്കുമ്പോൾ കൃത്യമായി രണ്ടായി ഭാഗിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഖമൈനി മരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം എന്ന രീതിയിൽ കാണിക്കുന്നതാണ്. അതിനപ്പുറത്തേക്കുള്ള വലിയ സപ്പോർട്ടോടും ഇല്ല. അതിനു മുൻപ് പറഞ്ഞ പരാമർശം എന്ന് പറയുന്നത് ഖമേനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഖമേനി ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള രാഷ്ട്രം അത്തരത്തിലാണ്. അതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല. ഷിയ മത വിശ്വാസത്തിന്റെ ആചാര പ്രമാണങ്ങൾ അനുസരിച്ചുള്ള അതിൽ പറയുന്ന നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള അവകാശങ്ങൾ കൊടുത്തും ചുമതലകൾ നിർബന്ധമായും അടിച്ചേൽപ്പിച്ചും ഒക്കെയുള്ള ഒരു പക്ഷേ മതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക രീതിയിലുള്ള ഒരു ഭരണരീതിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയാണ് എന്നുള്ളതാണ്. പക്ഷേ ലോകം മാറിക്കഴിഞ്ഞു, അറബ് ലോകവും മാറിക്കഴിഞ്ഞു. അറബ് ലോകത്തിനകത്തും നമ്മൾ അറബ് സ്പ്രിംഗ് പോലെയുള്ള വലിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി വന്നിരുന്നു. അതിനനുസരിച്ച് മാറാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഖമേനി മരണപ്പെട്ടത് കൊണ്ട് അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഒന്ന്, ഇറാനില് വെനസ്വേലയിൽ ഒരാള് എടുത്ത് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭരണം ഏൽപ്പിക്കാൻ അടുത്ത ആള് എന്ന് പറയുന്ന പോലുള്ള ഒരു സംവിധാനമല്ല ഇവിടെയുള്ളത്. ഇറാനിൽ കൃത്യമായ ഒരു പ്രതിപക്ഷം അവശേഷിക്കുന്നില്ല. ആരെ ഭരണം ഏൽപ്പിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഖമേനി പോയി കഴിഞ്ഞാൽ അത് ഇവരുടെ കൗൺസിലിൽ തീരുമാനിക്കുന്ന അടുത്ത ആള് ഖമേനിയുടെ രണ്ടാമത്തെ മകനോ അതല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന രീതിയിലുള്ള അവരുടെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവിടെ വരുന്നത്. 3 അംഗ കൗൺസിലിനാണ് തുടർ ഭരണം, അതായത് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം 3 അംഗ കൗൺസിലിനാണ് കൊടുത്തിരിക്കുന്നത്. അയത്തുള്ള അറാഫിയാണ് ഖമനയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.